ദീപക്, ഈ കപ്പലിൽ ആകെ ഉണ്ടായിരുന്ന 22 ജീവനക്കാരായിരുന്നു. അതിൽ 18 പേരെയാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. 4 പേരെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. എന്തെങ്കിലും വിവരം അതിനെക്കുറിച്ച് അറിയുന്നുണ്ടോ? എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നറിയാൻ? അതുപോലെ 2 പേരുടെ പരിക്ക് ഗുരുതരമാണെന്ന് കൂടി അറിയുന്നു. അവരുടെ അവസ്ഥ എന്താണിപ്പോൾ? SKN ഔദ്യോഗികമായി കിട്ടുന്ന വിവരത്തിൽ 2 പേർക്ക് മാത്രമാണ് സാരമായ പരിക്കുള്ളത്. അത് വലിയ രീതിയിലുള്ള ബേണാണ്. പക്ഷേ എന്നാൽ ഒരു 50% ബേണോ അങ്ങനെയൊന്നുമല്ല, ജീവൻ അപായപ്പെടാത്ത വിധത്തിലുള്ള ബേണാണ്. മാത്രവുമല്ല, ഭാഗത്ത് ആലോചിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ വലത്ത് ഭാഗത്ത് ഇപ്പോഴുള്ള കപ്പൽ കത്തുന്ന ദൃശ്യമാണ് കാണുന്നത്. നേരത്തെ ഈ കപ്പലിനുള്ള പുകപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് ആകാശത്തോളം ഉയരുന്ന പുകപടലങ്ങൾ ഉയർത്തി കപ്പലിന് തീ പിടിക്കുന്ന രംഗമാണ് ഈ നിങ്ങളുടെ ഇടതുഭാഗത്തായി കാണുന്നത്. ടെക്നിക്കലി സാങ്കേതികമായി ഞാനുള്ളവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇടതുഭാഗത്ത് ഇപ്പോഴുള്ള ദൃശ്യം, വലതുഭാഗത്ത് നേരത്തെയുള്ള ദൃശ്യം. അപ്പോൾ ഈ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം, ഇപ്പോൾ കപ്പൽ ആകെ കത്തി പടരുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ കപ്പൽ പോയിട്ടുള്ളത്. എന്നാൽ നേരത്തെ വലിയ വലിയ പുക ചുരുളുകൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ കപ്പൽ തീപിടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതല്ല, കപ്പൽ അപ്പാടെ കത്തുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് കപ്പൽ മാറുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ദീപക് തർമ്മണം, താങ്കൾക്ക് തുടരാം. SKN പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ 24-ന് മാത്രം ലഭിച്ച ദൃശ്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ ദൃശ്യം. ആ ദൃശ്യം പകൽ വെളിച്ചത്തിലുള്ളതാണ്. ക്ഷമിക്കണം, ഇപ്പോൾ രാത്രി ദൃശ്യങ്ങളാണ് വലതുഭാഗത്ത് കാണുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, SKN ഈ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു എന്നുള്ളതാണ് ഈ ഓപ്പറേഷൻ പോയവരിൽ നിന്ന് തന്നെ വിവരം ലഭിച്ചിരിക്കുന്നത്. ക്ഷമിക്കണം, ഓപ്പറേഷന് പോയവരിൽ നിന്ന് തന്നെ ദുഷ്കരമെന്ന് പറഞ്ഞാൽ, ഇതുവരെ നേവിയിൽ സ്വാഭാവികമായി യുദ്ധത്തിന് അല്ലെങ്കിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ നടക്കുന്ന കൊള്ളകൾ, ആ കൊള്ളകളെ കൈകാര്യം ചെയ്യുകയാണ്. പക്ഷേ ഇത് ഒരു ബ്ലാസ്റ്റ് നടക്കുന്നു. ആ ബ്ലാസ്റ്റിനെ തുടർന്ന് വളരെ ഹൈലി സെൻസിറ്റീവായ സ്ഫോടന സ്വഭാവമുള്ള സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കപ്പലിൻ്റെ 4 ഭാഗത്തും തെറിച്ചു വീഴുന്നു. ഈ തെറിച്ചു വീഴുക പ്രതലത്തിൽ നിന്നുകൊണ്ട് വേണം അടുത്ത രക്ഷാപ്രവർത്തനം നടത്താൻ. മാത്രമല്ല, 18 പേരെ രക്ഷിച്ചു. അവർക്ക് അടിയന്തരമായ ചികിത്സ കപ്പലിൽ തന്നെ നൽകി. അത് കഴിഞ്ഞ് അവരെ മംഗലാപുരം തീരത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. 10 മണിയോടുകൂടി മംഗലാപുരത്തെത്തും. മംഗലാപുരം കമ്മീഷണറുമായി ഞാൻ കുറച്ച് നേരത്തെ സംസാരിച്ചിരുന്നു. പോലീസ് ക്രമീകരണങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. കോസ്റ്റ് ഗാർഡ് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും AJ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോവുക. 2 പേർക്ക് മാത്രമാണ് സാരമായ പരിക്ക് എന്നുള്ളതാണ് മംഗലാപുരം കമ്മീഷണർ പറഞ്ഞത്. പോലീസിന് എന്തെങ്കിലും ആ രീതിയിലുള്ള ഒരു ഹൈ ലെവൽ ക്രമീകരണം അവിടെ ചെയ്തിട്ടില്ല എന്നും പറയുന്നു. പക്ഷേ മറ്റൊന്ന്, ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായ കാര്യം, വളരെ സെൻസിറ്റീവായ സ്ഫോടക ശക്തിയുള്ള സാധനങ്ങളാണ് ഈ കണ്ടെയ്നറിലുള്ള 2 കാര്യങ്ങൾ. മറ്റൊന്ന് വിഷദ്രാവകങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇത് ജലത്തിലേക്ക് പോകുമ്പോൾ ആവാസ വ്യവസ്ഥ തകരും. മാത്രവുമല്ല, SKN നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന് ശേഷം ഈ 2 അപകടം നടക്കുമ്പോൾ അതിൽ ദുരൂഹത സ്വാഭാവികമാണ്. കാരണം കേരളത്തിലേക്ക് കൂടുതൽ വെസലുകൾ വരുന്നു, മദർ വെസലുകൾ വരുന്നു. വലിയ കപ്പലുകൾ ഇവിടത്തേക്ക് തീരമടയുമ്പോൾ അത് സൗത്ത് ഇന്ത്യയിലെ കച്ചവട വ്യാപാര ശൃംഖലയായി കേരളം മാറുന്നതിനിടയിലാണ് കേരള തീരത്ത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കപ്പലിലെ കണ്ടെയ്നറുകൾക്ക് തീ പിടിച്ച് കപ്പലാകെ തീ പടരുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഏറ്റവും ലേറ്റസ്റ്റായി ലഭിച്ച ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ദൃശ്യങ്ങൾ 24 മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നുകൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു. എന്തായാലും ഈ അറബിക്കടലിൽ ഈ കപ്പലിന് കാര്യമായി തീ പിടിക്കുന്നതിൻ്റെ ദൃശ്യമാണ്, നേരത്തെയുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ദൃശ്യം അതല്ല, കണ്ടെയ്നറുകൾ കൂടി തീ പിടിച്ച് കപ്പലിൽ തീ പടരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഈ കപ്പലിനുള്ളത്. ഒരുപക്ഷെ നമുക്ക് വലിയ ആശങ്ക ഉണ്ടാക്കും. കാരണം ഈ നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്കും അതുപോലെ പരിസ്ഥിതിക്കുമൊക്കെ എന്തൊക്കെ വിനാശകാരിയാണ് ഈ പൊട്ടിത്തെറിയും, ഇതിലെന്തെല്ലാം രാസപദാർത്ഥങ്ങളുണ്ട് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ ഈ കണ്ടെയ്നറുകളുള്ള സാധനം എന്തൊക്കെയാണെന്നറിയാൻ DG ഷിപ്പിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കപ്പൽ കമ്പനിയോട്. അപ്പോൾ കപ്പൽ കമ്പനി ഇതുവരെയും ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ കണ്ടെയ്നറുകളിൽ അപകടകാരികളായ എന്തെങ്കിലും വസ്തുക്കളുണ്ടോ, ഈ പൊട്ടിത്തെറിക്കാൻ കാരണമായ വസ്തുക്കളുണ്ടോ എന്നുള്ള വിശദാംശങ്ങളൊക്കെ ഈ കപ്പൽ കമ്പനിയാണ് തരേണ്ടത്. സിംഗപ്പൂർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലാണ്